HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് ദേവിക, അനന്യ സന്ദീപ്, അനാമിക. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. മിഷൻ സുദർശൻ ചക്രയോട് അടുത്ത രാജ്യം. നവരാത്രി മഹോത്സവം ക്രമീകരണങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കും. കൃഷ്ണകുമാറിനെതിരെ പരാതി, ഉറച്ചു നിൽക്കുന്നുവെന്ന യുവതി. തീവ്ര മസ്തിഷ്ക ജ്വരം, ക്ലോറിനേഷൻ നടത്തിയ വെള്ളത്തിലും അമീബ. ബസ് ഓട്ടോയിൽ ഇടിച്ച 6 മരണം. രണ്ടാം സ്ഥാനത്തിലേക്ക് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. മിഷൻ സുദർശൻ ചക്രയോട് അടുത്ത രാജ്യം. ഇന്ത്യയുടെ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി പരീക്ഷിച്ച് DRDO തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമപ്രതിരോധ സംവിധാനം വിജയകരമായി പരീക്ഷിച്ചു. തദ്ദേശീയമായ വികസിപ്പിച്ച ഇൻ്റർഗ്രേറ്റ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റം വ്യോമപ്രതിരോധ സംവിധാനമാണ് DRDO വിജയകരമായി പരീക്ഷിച്ചത്. ഒഡീഷയിലായിരുന്നു ഇൻ്റർഗ്രേറ്റ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റത്തിൻ്റെ പരീക്ഷണമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു. നവരാത്രി മഹോത്സവം ക്രമീകരണങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കും. വിഗ്രഹഘോഷയാത്ര സെപ്റ്റംബർ 20-ന്. ഈ വർഷത്തെ നവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് മന്ത്രി VN വാസവൻ. നവരാത്രി മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രിയുടെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവരാത്രി ഉത്സവത്തോട് സഹകരിക്കുന്ന വിവിധ ഉത്സവ ആഘോഷ കമ്മിറ്റികളുടെ പ്രതിനിധികളെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നവരാത്രി ഉത്സവവും ഉത്സവത്തോടനുബന്ധിച്ചുള്ള വിഗ്രഹഘോഷയാത്ര പൂർവാധികം ഭംഗിയായി നടത്തുന്നതിലേക്കാണ് ജനപ്രതിനിധികളെയും കേരള തമിഴ്നാട് സർക്കാരുകളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ഉൾക്കൊള്ളിച്ചാണ് വിപുലമായ യോഗം ചേർന്നത്. കൃഷ്ണകുമാറിനെതിരെ പരാതി, ഉറച്ചു നിൽക്കുന്നുവെന്ന യുവതി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാറിനെതിരെ പീഡന പരാതിയിൽ നിന്നും പിന്നോട്ടില്ലെന്ന് പരാതിക്കാരി പറഞ്ഞു. BJP അധ്യക്ഷൻ അയച്ച പരാതി താനല്ല ചോർത്തിയതെന്നും അദ്ദേഹത്തിന് നെല്ലും പതിരും ബോധ്യപ്പെടണമെന്നാണ് വിശ്വാസമെന്നും മാധ്യമങ്ങൾക്ക് അയച്ച സന്ദേശത്തിൽ അവർ പറയുന്നു. കഴിഞ്ഞ 11 വർഷം ഞാൻ അനുഭവിച്ച വേദന ഇപ്പോഴത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ അറിയാൻ വേണ്ടിയാണ് പരാതി നൽകിയതെന്നും 2020 ഇതുവരെ ബന്ധപ്പെട്ട പത്രസമ്മേളനം നടത്തിയപ്പോഴും കുടുംബപ്രശ്നമെന്ന് പറഞ്ഞ് ലഘൂകരിച്ചുവെന്നും ഇരകളായ വേറെ ഒട്ടേറെ സ്ത്രീകൾ പാലക്കാട്ടുണ്ടെന്നും ഈ അനീതിക്കെതിരെ പോരാടാൻ വേണ്ടിയാണ് ഇപ്പോൾ അഭിഭാഷക ജോലി ഏറ്റെടുക്കുന്നതെന്നും അവർ പറഞ്ഞു. തീവ്ര മസ്തിഷ്ക ജ്വരം, ക്ലോറിനേഷൻ നടത്തിയ വെള്ളത്തിലും അമീബ. തീവ്ര മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന നൈഗ്ലേരിയ ഫൗളരി എന്ന ഇനം അമീബ ബാധിച്ചാൽ മരണനിരക്ക് 90% കൂടുതലെന്ന് ആരോഗ്യവകുപ്പ്. ക്ലോറിനേഷൻ നടത്തിയ വെള്ളത്തിലും അമീബ സാന്നിധ്യം ആരോഗ്യവകുപ്പ് കണ്ടെത്തി. 2016 മുതൽ 2023 വരെ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചവരിൽ 100% മരണനിരക്കാണ് കേരളത്തിൽ. ബസ് ഓട്ടോയിൽ ഇടിച്ച 6 മരണം. കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ കർണാടക RTC ബസ് നിയന്ത്രണം വിട്ട് ഓട്ടോയിൽ ഇടിച്ച 6 കർണാടക സ്വദേശികൾ മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ ഹൈദരാലി, ഓട്ടോയിലുണ്ടായിരുന്ന ഔവമ്മ, ബന്ധുക്കളായ ഖദീജ, നഫീസ, ആയിഷ, ഹസ്ന എന്നിവരാണ് മരിച്ചത്. മഞ്ചേശ്വരത്തെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ഇവർ. ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉച്ചയ്ക്ക് 1:15 അപകടം. കാസർഗോഡ് ഭാഗത്ത് നിന്ന് മംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ബസ് ബ്രേക്ക് ഇട്ടപ്പോൾ നിയന്ത്രണം വിട്ട് ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. വട്ടം തിരിഞ്ഞ ബസ് 6 മീറ്ററോളം പിന്നോട്ട് നീങ്ങുകയും സംരക്ഷണ വേലി തകർത്ത് ബസ് കാത്തുനിന്ന ലക്ഷ്മിയെയും സുരേന്ദ്രനെയും ഇടിച്ചിട്ടു. നിർത്തിയിട്ടിരുന്ന ഓട്ടോയിലും ഇടിച്ചു. രണ്ടാം സ്ഥാനത്തിലേക്ക് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ്. KCLൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന് 33 റൺസ് വിജയം. ആദ്യ ബാറ്റ് ചെയ്ത് കാലിക്കറ്റ് 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 249 റൺസ് എടുത്തു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ കൊച്ചി 19-ാം ഓവറിൽ 216 റൺസ് ഓൾ ഔട്ട് ആവുകയായിരുന്നു.
കാലിക്കറ്റിൻ്റെ രോഹൻ കുന്നുമലാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ക്യാപ്റ്റൻ ഇന്നിംഗ്സിനുമായി രോഹൻ കുന്നുമൽ തന്നെയായിരുന്നു ടീമിനെ മുന്നിൽ നിന്നും നയിച്ചത്. രോഹൻ്റെ തകർപ്പൻ തുടക്കമായിരുന്നു കാലിക്കറ്റിൻ്റെ കൂറ്റൻ സ്കോറിന് അടിത്തറയിട്ടത്. 4ൻ്റെയും 6ൻ്റെയും പെരുമഴ പെയ്ച്ച് രോഹൻ വെറും 19 പന്തുകളിലായിരുന്നു അർദ്ധ സെഞ്ചുറി തികച്ചത്. ഈ സീസണിലെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി കൂടിയായിരുന്നു ഇത്. താമരശ്ശേരി ചുരത്തിൽ വീണ്ടും മണ്ണിടിച്ചിൽ, ഗതാഗത യോഗ്യമാക്കുന്നത് വൈകും. താമരശ്ശേരി ചുരത്തിൽ വീണ്ടും മണ്ണിടിച്ചിൽ, നേരത്തെയുള്ള മണ്ണും കല്ലും നീക്കുന്നതിനിടെയാണ് മണ്ണിടിഞ്ഞത്. 9ാം വളവിലെ വ്യൂ പോയിന്റിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. ചുരം ഗതാഗത യോഗ്യമാക്കുന്നത് വൈകുമെന്നാണ് വിവരം. ചുരത്തിലൂടെ ആംബുലൻസുകൾ മാത്രമാണ് കടത്തിവിടുന്നത്. സീറോ മലബാർ സഭയ്ക്ക് 4 അതിരൂപതകൾ കൂടി 2 ബിഷപ്പുമാരെ തിരഞ്ഞെടുത്തു. സീറോ മലബാർ സഭയ്ക്ക് കേരളത്തിന് പുറത്ത് 4 അതിരൂപതകൾ കൂടി നിലവിൽ വന്നു. അതിലമാട്, ബത്തലങ്ങാട് രൂപതകൾക്ക് പുതിയ ബിഷപ്പായിരുന്ന സീറോ മലബാർ സഭ സിനഡ് തിരഞ്ഞെടുത്തു. സഭ ആസ്ഥാനത്ത് കൂരിയ ബിഷപ്പായിരുന്ന മാർ സെബാസ്റ്റ്യൻ വാണിയക്കൂലിനെ കല്യാൺ അതിരൂപത ആർച്ച് ബിഷപ്പായി നിയമിച്ചു. മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര, മാർ സെബാസ്റ്റ്യൻ വടക്കേൽ, മാർ പ്രിൻസ് ആന്റണി പണ്ണങ്കാടൻ എന്നിവരാണ് മറ്റ് ആർച്ച് ബിഷപ്പുമാർ. സംസ്ഥാനത്ത് വയോജന കമ്മീഷൻ രൂപീകരിച്ചു. 60 വയസ്സിന് മുകളിലുള്ളവരുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് കമ്മീഷൻ. ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 അംഗ കമ്മീഷനാണ് നിലവിൽ വന്നത്. മുൻ രാജ്യസഭാ അംഗമായ അഡ്വക്കേറ്റ് കെ സോമപ്രസാദാണ് കമ്മീഷൻ ചെയർപേഴ്സൺ. അമരവിള രാമകൃഷ്ണൻ, കെ നമ്പൂതിരി, EMS രാധ, പ്രൊഫസർ ലോബ്സ് മാത്യു എന്നിവരാണ് കമ്മീഷനിലെ മറ്റംഗങ്ങൾ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്മീഷൻ അംഗങ്ങളുടെ നിയമന കാലാവധി 3 വർഷമായിരിക്കും. ചെയർപേഴ്സൺ ഗവൺമെൻറ് സെക്രട്ടറിയുടെ പദവി ഉണ്ടാകും. കമ്മീഷൻ സെക്രട്ടറി, രജിസ്ട്രാർ, ഫിനാൻസ് ഓഫീസർ എന്നീ തസ്തികകളിലും നിയമനം ഉണ്ടാകും. അർദ്ധ ജുഡീഷ്യൽ പദവിയുള്ള കമ്മീഷൻ്റെ പ്രവർത്തനം മറ്റ് കമ്മീഷനുകൾക്ക് സമാനമായിരിക്കും. ഓണം സഹകരണ വിപണി ജില്ലാതല ഉദ്ഘാടനം നടത്തി. പത്തനംതിട്ട കൺസ്യൂമർ ഫെഡിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം സഹകരണ വിപണിയുടെ ജില്ലാതല ഉദ്ഘാടനം കൈപ്പട്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിൽ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLA നിർവഹിച്ചു. ആദ്യ വിൽപ്പന വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R മോഹനൻ നായർ നടത്തി. ബാങ്ക് പ്രസിഡന്റ് പ്രസാദ് മാത്യു അധ്യക്ഷനായി. 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ജില്ലയിൽ 107 കേന്ദ്രങ്ങളിൽ വിതരണം ചെയ്തു. സബ്സിഡി സാധനങ്ങൾ ഇത്തരം ആവശ്യ വസ്തുക്കളും ഉൾപ്പെടുന്ന 1390 രൂപയുടെ ഭക്ഷ്യക്കിറ്റ് കൈപ്പട്ടൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ബ്രാഞ്ചുകളിൽ വിതരണ കേന്ദ്രത്തിൽ ലഭ്യമാണ്. GST ഘടനയുടെ പരിഷ്കരണം സംസ്ഥാനത്തിന് വലിയ ആശങ്കയുണ്ടെന്ന് മുഖ്യമന്ത്രി. GST ഘടനയുടെ പരിഷ്കരണം നടപ്പാക്കുമ്പോൾ സംസ്ഥാനത്തിന് ഉണ്ടാകുന്ന വരുമാന നഷ്ടത്തെപ്പറ്റി വലിയ ആശങ്കയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ GST നിരക്ക് ഘടന പുനഃപരിശോധിക്കണമെന്നുള്ള പ്രഖ്യാപനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ സംസ്ഥാന ധനമന്ത്രിമാരുടെ സമിതിയിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. GST കൗൺസിൽ യോഗം ഉടൻ ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. GST നിരക്കുകൾ പുനഃപരിശോധിക്കുമ്പോൾ വരുമാന നഷ്ടം നേടിയ സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ കേന്ദ്ര സർക്കാർ പരിഹരിക്കേണ്ടതുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള 50:50 എന്ന നിരക്ക് വിഭജനം സംസ്ഥാനങ്ങളുടെ വരുമാനക്കുറവിന് കാരണമായിട്ടുണ്ട്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. മിഷൻ സുദർശൻ ചക്രയോട് അടുത്ത രാജ്യം. നവരാത്രി മഹോത്സവം ക്രമീകരണങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കും. കൃഷ്ണകുമാറിനെതിരെ പരാതി, ഉറച്ചു നിൽക്കുന്നുവെന്ന് യുവതി. തീവ്ര മസ്തിഷ്ക ജ്വരം, ക്ലോറിനേഷൻ നടത്തിയ വെള്ളത്തിലും അമീബ. ബസ് ഓട്ടോയിലിടിച്ച് 6 മരണം. 2ാം സ്ഥാനത്തിലേക്ക് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ്. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72
72. സാ സദസ നിധ പനിധ മഗ മഗരി സ. പോയ വാരത്തിലെ വിജയി. ഇട്ടിയിലെ ഷിഫ മിർസ. സാ സദസ നിധ പനിധ മഗ മഗരി സ. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ഡൽഹി മുഖ്യമന്ത്രി ആര്? ഉത്തരം രേഖ ഗുപ്ത. സാ സദസ നിധ പനിധ മഗ മഗരി സ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. കേന്ദ്ര പ്രതിരോധ മന്ത്രി ആര്? സാ സദസ നിധ പനിധ മഗ മഗരി സ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.